الحمد لله نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلونكم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നാം ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ വിശുദ്ധമായ ഒരു മാസവും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവുമാണിന്ന്. അള്ളാഹു ഈ മാസത്തിൻ്റെ പ്രത്യേകത പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് ആഗതമാകുന്നതോടുകൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും പ്രത്യേകം ബറക്കത്ത് ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. റമദാനിനെ അടുപ്പിച്ചു കിട്ടാനും പരിശുദ്ധ റമദാനിൻ്റെ ജീവിതത്തെ, അതിൻ്റെ വസന്തത്തെ ആഘോഷിക്കാൻ ആസ്വദിക്കാനും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം തയ്യാറെടുക്കുമായിരുന്നു. ആ നിലക്കുള്ള പ്രത്യേകമായ വിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നിലക്ക് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രത്യേകം ഈ മാസത്തിൻ്റെ പവിത്രതയെ ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണ്. രാജ്യത്തിൻ്റെ പരമാധികാരം ഭരണഘടന അംഗീകൃതമായി നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസത്തെയാണ് രാജ്യം പരമാധികാരത്തെ സൂചിപ്പിക്കുന്ന വിധം റിപ്പബ്ലിക് ഡേ എന്ന് പ്രത്യേകം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് സത്യവിശ്വാസികളോട് പറയേണ്ട ചില കാര്യങ്ങളെന്ന നിലയിൽ ഞാൻ ഈ ആയത്തും നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, സത്യവിശ്വാസികളോട് അല്ലാഹു കൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരനുവർത്തിക്കേണ്ട ശീലങ്ങളെക്കുറിച്ചെല്ലാം അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഒരു പ്രത്യേക സമയത്തോ ഘട്ടത്തിലോ മാത്രമല്ല, എല്ലാ സമയങ്ങളിലും എല്ലാ കാലത്തും വിശ്വാസികൾ എങ്ങനെയായിരിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകണമെന്ന്, മറ്റുള്ളവരോട് എങ്ങനെയാണ് അവരുടെ കൂടി ഗുണകാംക്ഷയെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ചില സന്ദർഭങ്ങളിൽ പടച്ച റബ്ബ് പറയുന്നതും അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതവും ഏറ്റവും മനോഹരമായ അത്തരം ഉദാഹരണങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും
നബി തിരുമേനിയുടെ സമൂഹമല്ലാത്ത മറ്റു സമൂഹങ്ങൾ, പ്രത്യേകിച്ച് ജാഹിലിയ്യ കാലഘട്ടത്തിലെ സമൂഹങ്ങളിൽ, അവിടെ പോലും ഉന്നതമായ ഗുണവിശേഷങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്ന ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ ബഹുമാനിച്ചിരുന്നു. അത്തരം ആളുകളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ആദരം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു യുദ്ധവേളയിൽ തടവുപുള്ളികളായി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സുഫാന ബിന്ത് ഹാത്തിമുത്തായി എന്ന് പറയുന്ന, ഹാത്തിമുത്തായി എന്ന പ്രഗത്ഭനായ ഒരു കാലഘട്ടത്തിലെ ധർമ്മിഷ്ഠനും മഹായോഗ്യനും ബഹുമാന്യനുമായിരുന്നൊരു മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ മകള് അന്ന് ആ യുദ്ധത്തിൽ പിടിക്കപ്പെടും. അതറിയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കാരുണ്യത്തോടെ പ്രവാചകൻ അവർക്ക് അവരുടെ നബി തിരുമേനിയുടെ ഉത്തരീയം എടുത്തു കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഞാൻ ഹാത്തിമുത്തായിയുടെ മകളാണ്. എൻ്റെ പിതാവിൻ്റെ പ്രത്യേകത, അദ്ദേഹം ജീവിച്ചിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹം അബലർക്ക് ആശ്രയമായി നിന്ന ആളാണ്. അദ്ദേഹം തടവുപുള്ളികളോട് പ്രത്യേകം കരുണ കാണിച്ച ആളാണ്. അദ്ദേഹം ദരിദ്രർക്ക് ഭക്ഷണം നൽകിയിരുന്ന ആളാണ്. അദ്ദേഹം സമൂഹത്തിലെ ആലംബഹീനരായിരുന്ന മനുഷ്യരോട് പ്രത്യേകമായ കാരുണ്യവും സ്നേഹവും കാണിച്ച ആളാണ്. കാന അബീ യഫുക്കുൽ അസീർ വയഹ്മിൽ ലഈഫ് വയഖ്രിൽ ലൈഫ് വയശ്ബിഉൽ ജാഇർ വയുഫർരിജു അനി മക്റൂബ് വയുത്ഇമു തആം വയഫ്ശിസ് സലാം എന്ന്. എൻ്റെ പിതാവിൻ്റെ പ്രത്യേകത, അസീർ തടവുപുള്ളികൾ, അവരെ മോചിപ്പിച്ചിരുന്നു. വയഹ്മിൽ ലഈഫ് ദുർബലർക്ക് പ്രത്യേകം കാവലേകിയിരുന്നു. വയഖ്രിൽ ലൈഫ് അതിഥികളെ പ്രത്യേകം ബഹുമാനിച്ചിരുന്നു. വയുശ്ബിഉൽ ജാഇർ പട്ടിണിപ്പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നു. വയുഫർരിജ് അനിൽ മക്റൂബ് വേദനിച്ചവന് പ്രത്യേകം അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചിരുന്നു. വയുത്ഇമു തആം ഭക്ഷണം പ്രത്യേകം ആളുകൾക്ക് നൽകിയിരുന്നു. വയഫ്ശിസ് സലാം സമാധാനം ആളുകൾക്ക് നൽകിയിരുന്നു. വലം യറുദ്ദ താലിബ ഹാജത്തിൻ ഖത്തു ഒരാവശ്യക്കാരൻ തൻ്റെ മുമ്പിൽ വന്നാൽ ഒരിക്കൽ പോലും അവരെ തടഞ്ഞിരുന്നില്ല, അവരെ തിരിച്ചു വെറുതെ വിട്ടിരുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്ന സൽഗുണസമ്പന്നനായൊരു മനുഷ്യൻ്റെ മകളാണ് ഞാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ജാരിയ ഹാദി സിഫത്തുൽ മുഅ്മിൻ. ഇതൊക്കെ സത്യവിശ്വാസിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. നിന്റെ പിതാവെങ്ങാനും ഇക്കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ വളരെ സ്നേഹിക്കുമായിരുന്നു, അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുമായിരുന്നു. അതുകൊണ്ട് സ്വഹാബാക്കളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖല്ലു അൻഹ ഫഇന്ന അബാഹാ കാന യുഹിബ്ബു മകാരിമൽ അഖ്ലാഖ്. അവരെ വിട്ടേക്കൂ, അവരുടെ പിതാവിൻ്റെ പ്രത്യേകത ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളെ പ്രത്യേകം ഇഷ്ടപ്പെട്ട ആളായിരുന്നു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാൻ ഈ സംഭവത്തെ ഇങ്ങനെ ഉദ്ധരിക്കാൻ പ്രധാന കാരണം, നമ്മുടെ സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ്. നല്ല മനുഷ്യരോട് നന്നായി ഇടപഴകുകയും അവരെ സൗഹൃദത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ ചില പ്രത്യേക ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് എന്തിനു എന്ന് ചില ആളുകളെങ്കിലും സംശയം ചോദിച്ചാൽ പറയാൻ ഞാൻ പറയുന്നു, അവരുടെ പ്രത്യേകതയെ അങ്ങനെയും മാനിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ആദ്യ ഘട്ടവും എല്ലാം ആലോചിച്ചാൽ അവിടെ കുറേ മനുഷ്യരെ നമ്മൾ ഇതുപോലെ കാണുന്നുണ്ട്. നാടിൻ്റെ സൗഹൃദത്തിന് വേണ്ടി ജീവിച്ചവർ, നാടിൻ്റെ സൗഹൃദത്തിന് വേണ്ടി ത്യാഗമനുഷ്ഠിച്ചവർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി എന്ന് പറയുന്നത് പോലും നമുക്കങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ച ചില ദുരന്തങ്ങളുടെയും കൂടി പുലരിയാണ്. വർഗീയാന്ധതയുടെ, ഭീകരമായ വർഗീയാന്ധതയുടെ, ആ വർഗീയാന്ധതയുടെ കാലത്ത് പോലും നാട്ടിലെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി മറ്റൊന്നിനേക്കാളും വലുതായി അതിനെ കണ്ട വലിയ മനുഷ്യർ ജീവിച്ചിരുന്നു. അതിലൊരാളായിരുന്നു മഹാത്മാഗാന്ധി. നവകാലിയുടെ തെരുവിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തോട് അന്നത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ മാധ്യമപ്രവർത്തകരെ പോലെ ആയിരിക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ അന്നത്തെ എന്ന് പ്രത്യേകം പറയാൻ കാരണം. എന്തുകൊണ്ട് അങ്ങ് ഡൽഹിയിലേക്ക് പോയില്ല എന്നായിരുന്നു ചോദ്യം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉദ്യമവും എൻ്റെ ദൗത്യവും ഇവിടെയാണ്.
ഇവിടെ പരസ്പരം തമ്മിലടിച്ച് മരിച്ചു പോകുന്ന മനുഷ്യർക്കിടയിൽ ചെന്നു നിൽക്കലാണ്. അതായത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കിടയിലൂടെയാണ് അദ്ദേഹം നടന്നത്. അദ്ദേഹം അവിടെ ഒരു പ്രത്യേകം ഒരു നിരാഹാര പന്തൽ, ഒരു സത്യാഗ്രഹ പന്തൽ ഉണ്ടാക്കിയിട്ട് ആ പന്തലിൽ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് മൗണ്ട് ബാറ്റൻ, ഇന്ത്യയുടെ പ്രഗത്ഭനായ ഏറ്റവും അവസാനത്തെ, സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പുള്ള ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ ഗവർണർ ജനറലാണ് അദ്ദേഹം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറലാണ്. ആ മൗണ്ട് ബാറ്റൻ പറഞ്ഞു അദ്ദേഹത്തിന് ഭ്രാന്ത് മാറിയിട്ടില്ല. കാരണം ആ വൃദ്ധൻ അവിടെ പോയി ഇരുന്നിട്ട് എന്തു കാര്യം? മനുഷ്യർക്കിടയിൽ എന്തു ചെയ്യാൻ സാധിക്കും ഈ കലാപാന്തരായ മനുഷ്യർക്ക് മുമ്പിൽ? ആ കലാപാന്തരായ മനുഷ്യരെ തണുപ്പിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം സത്യാഗ്രഹ പന്തലുണ്ടാക്കിയത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് 3 ദിവസം കഴിയുമ്പോഴാണ്. 3 ദിവസം കഴിയുമ്പോൾ ഇതേ മനുഷ്യർ കലാപാന്തരായി, പരസ്പര ബദ്ധവൈരികളായി, പരസ്പരം തമ്മിലടിച്ചിരുന്ന മനുഷ്യർ, അവരുടെ കൈകളിലെ ആയുധങ്ങൾ, കോപ്പുകൂട്ടാൻ, മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കൊണ്ടുപോയി ഗാന്ധിയുടെ കാൽക്കൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ബാപ്പുജി, അങ്ങയുടെ നിരാഹാരം അവസാനിപ്പിക്കണം, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു. ആ സംഭവം കാണുമ്പോൾ ഇതേ മൗണ്ട് ബാറ്റൻ പറഞ്ഞ മറ്റൊന്നിങ്ങനെയാണ്: ബംഗാളിന്റെ അതിർത്തി കാക്കാൻ വേണ്ടി ഞാൻ ഒരാളെ ഏൽപ്പിച്ചുള്ളൂ, അത് ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫക്കീറിനെയാണ്, മഹാത്മാഗാന്ധിയെയാണ്. ഗാന്ധിയെ ഏൽപ്പിച്ചത് അദ്ദേഹം വിജയകരമായി പൂർത്തീകരിച്ചു. പശ്ചിമ ബംഗാളിൻ്റെ എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ രാജ്യാതിർത്തി എന്ന അർത്ഥത്തിൽ ആ അതിർത്തി കാക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരേ ഒരു ഭടൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എന്നാൽ പഞ്ചാബിൻ്റെ അതിർത്തി കാക്കാൻ ഞാൻ 50,000 പടയാളികളെ നിശ്ചയിച്ചിട്ടും അവർ പരാജയപ്പെട്ടു എന്നാണ്. അവിടെ ജയിച്ചത് ഗാന്ധിജി എന്നൊരു മനുഷ്യനാണ്. ഞാൻ ഇന്നത്തെ ഈ ദിവസത്തെ ഓർത്തുകൊണ്ട് പറയുന്നു, ഗാന്ധിജി പരാജയപ്പെട്ടു പോകുന്ന ഒരു ഇന്ത്യയെ നമ്മൾ പേടിയോടെ കാണുകയാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു ഇന്ത്യയെ നമ്മൾ ഭയത്തോടെ അഭിമുഖീകരിക്കുകയാണ്. ഗാന്ധിക്കും ഒരു രാമനുണ്ടായിരുന്നു, മോദിക്കും ഇന്നൊരു രാമനുണ്ട്. ഗാന്ധിക്കുണ്ടായിരുന്ന രാമന്റെ പ്രത്യേകത മനുഷ്യത്വത്തിന് വേണ്ടിയായിരുന്നു. ഗാന്ധി ആ രാമനെ കുറിച്ച് പറഞ്ഞത് മാനവികതയ്ക്ക് വേണ്ടിയായി. അവിടെ എല്ലാ മനുഷ്യരെയും അദ്ദേഹം ചേർത്തു പിടിക്കണമെന്ന് ആലോചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തുടിപ്പിൽ പോലും നമ്മൾ കേട്ടത് ഹേ രാം എന്നാണ്. ഇന്നു കേൾക്കുന്നത് പോലെ ഭയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ല. അല്ലെങ്കിലും രാമായണം പഠിപ്പിച്ചു തരുന്ന രാമനും അങ്ങനെ ആയിരുന്നില്ല എന്നാണ് രാമായണത്തെ വിശദമായി പഠിച്ചാൽ നമുക്കറിയാനാവുക. അവിടെ കാണാൻ സാധിക്കുന്ന രാമനൊരു പ്രത്യേകതയുണ്ട്. ലക്ഷ്മണൻ തീവ്രവേദനയോടെയും ദേഷ്യത്തോടെയും പിതാവിനെ ഞാൻ അരിഞ്ഞുകൊല്ലും എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ രാമൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല മോനെ ചെയ്യേണ്ടത്. എല്ലായിടത്തും ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ധാർമ്മികതയാണ്, അതിലേക്ക് സത്യത്തെ ചേർത്തു പിടിക്കലാണ്. അങ്ങനെ പറയാം, ധാർമ്മികതയാണ്. ധർമ്മോ ഹി പരമോ ലോകേ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം എന്നാണ്. ധർമ്മോ ഹി പരമോ ലോകേ, ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് ധർമ്മമാണ്, നീതിയാണ്. ആ നീതി അവസാനിച്ചു പോയ ഒരു കാലത്തിന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പറയേണ്ടി വരാൻ. ധർമ്മോ ഹി പരമോ ലോകേ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായത്, അത് സ്വിച്ച് ഓഫ് ചെയ്യൂ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായത് ധർമ്മമാണ്. ധർമ്മേ സത്യം പ്രതിഷ്ഠിതം, ആ ധർമ്മത്തിൽ സത്യത്തെ പ്രതിഷ്ഠിക്കണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണെന്ന് സത്യം? 1528 സ്ഥാപിതമായൊരു മസ്ജിദ്. ഇനി ആ മസ്ജിദിനെ കുറിച്ച് ഏറെ പറഞ്ഞിരിക്കാനൊന്നും നേരമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു തീവ്ര വൈകാരികതയിൽ അടിമപ്പെട്ടു പോയിട്ട് ഇങ്ങനെ അതുമാത്രം ചർച്ച ചെയ്ത് ജീവിക്കേണ്ട ഒരു ഗതികെട്ട സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആ പരാമർശത്തെ നിങ്ങൾക്ക് എങ്ങനെ വിമർശിച്ചാലും വേണ്ടില്ല. ഞാൻ പറയുന്നത് അത് മാത്രമാണ് നമ്മുടെ പണി എന്ന രീതിയിലേക്ക് ഒരു വിഭാഗം അങ്ങനെ ആക്കുമ്പോൾ, അങ്ങനെ ആയിരിക്കാനല്ല മുസ്ലിങ്ങൾ തയ്യാറാവുന്നത്. പക്ഷെ എന്നാൽ ഈ സത്യത്തെ വിളിച്ചു പറയാൻ ഇന്ത്യയിലെ മതേതര സമൂഹങ്ങൾ എപ്പോഴും തയ്യാറാകേണ്ടതുണ്ട്. ഏതാണ് ആ സത്യം? ഒരിക്കൽ പോലും അങ്ങനെ ഒരു മസ്ജിദിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ശാസ്ത്രീയമായ ഒരു തെളിവും ആധുനികമായ എല്ലാ ശാസ്ത്രീയോപാധികൾ കൊണ്ട് നടന്നിട്ട് പോലും രാജ്യത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോലും ആ വിഷയത്തിൽ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ സുപ്രീം കോടതി അവസാനം പറഞ്ഞു വച്ചത് ഒറ്റ കാര്യം മാത്രമാണ്: പ്രശ്നങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് രമ്യമായൊരു പരിഹാരം എന്ന നിലയിൽ
പൂർണ്ണ നീതിയുടെ ഒരു നടപ്പിലാക്കലായിരുന്നില്ല ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അവസാനത്തെ വിധി എന്ന് സാമാന്യ നീതിബോധവും സാമാന്യ നിയമബോധവുമുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ആ വിധി വന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ എങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നത് പൊളിച്ചു എന്ന് പറയാനുള്ള ധൈര്യം ആർക്കുമില്ല. അങ്ങനെ പറയണമായിരുന്നുവെങ്കിൽ അതേ ബാബറിന്റെ കാലത്ത് ജീവിച്ച ബാബറിന്റെ ഗവർണറായിരുന്ന മീർബാക്കി 1528 സ്ഥാപിതമാക്കിയ അങ്ങനെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മസ്ജിദ് അയോധ്യയിലെ രാമന്റെ ജന്മസ്ഥലത്ത് തന്നെയായിരുന്നു എന്ന് പറയാൻ പറ്റിയ ഒരുപാട് ആളുകൾ അക്കാലത്ത് ജീവിച്ചിട്ടുണ്ട്. തുളസീദാസിനെ പോലെ മസ്ജിദിൽ കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ രാമചരിത മാനസം എഴുതിയതെന്ന് പറഞ്ഞ തുളസീദാസിനെ പോലെ അത്രമേൽ രാമനോടുണ്ടായിരുന്ന പ്രണയം അത് ജീവിതത്തിൽ പകർത്തിയിരുന്ന തുളസീദാസിനെ പോലെയുള്ള ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കേൾക്കാത്ത മറ്റൊന്ന് കേൾക്കേണ്ടി വരുന്നത് 950-കൾക്ക് ശേഷമാണ്. 949-ലാണ് അവരൊരു വിഗ്രഹ പ്രതിഷ്ഠ. ആ വിഗ്രഹമെടുത്ത് സരയൂയിൽ എറിയണം എന്ന് പറഞ്ഞയാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അന്നത്തെ UP ഗവൺമെന്റിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പാന്തിനോട് നിങ്ങളതാരും കാണാതെ കൊണ്ടുപോയി സരയൂയിൽ എറിഞ്ഞേക്കണം, കാരണം അത് രാജ്യത്തുണ്ടാക്കുന്ന കലാപങ്ങൾ തീർത്താൽ തീരാത്ത കണ്ണുനീരിന്റെയും ചോരയുടേതുമായിരിക്കും എന്ന് പറയാൻ ദീർഘദർശനമുണ്ടായിരുന്ന ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ. ഞാനിത് പറയാൻ കാരണം ഇത് ആ സത്യത്തെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിൽ തന്നെ കടിച്ചു തൂങ്ങാനൊന്നും മുസ്ലിങ്ങൾ തയ്യാറാവരുത്. എന്തുകൊണ്ടെന്നാൽ നമുക്കത് മാത്രമാണ് പണിയെന്ന് വിചാരിക്കപ്പെടുന്നത്. ഈ രാജ്യം സൗഹൃദത്തോടെ പോകേണ്ടത് എന്തുകൊണ്ടും നമുക്ക് വലിയ കാര്യമായ ഒന്നാണ്. ഈ രാജ്യം നമ്മളെല്ലാവരും കൂടി കെട്ടിപ്പടുത്തതാണെന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ ഭരണഘടനയെ വിഭാവന ചെയ്യുമ്പോൾ അതിൻ്റെ ആമുഖം എഴുതുമ്പോൾ ആമുഖം കൃത്യമായി തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യം ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ. അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ നിന്നുകൊണ്ട് ഈ ഭരണഘടന എഴുതി ചേർക്കുന്ന കാര്യത്തിൽ മുഖ്യ പങ്കുവഹിച്ച അതിൻ്റെ ചെയർമാൻ കൂടിയായിരുന്ന സാക്ഷാൽ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഫ്രട്ടേണിറ്റി എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ മുഖവുരയിലുള്ളതാണ് ഫ്രട്ടേണിറ്റി, സഹവർത്തിത്വം, സാഹോദര്യം. അത് സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലത്ത് രാഷ്ട്രീയം തലക്കുപിടിച്ച മനുഷ്യർ നാഷണലിസത്തെ കുറിച്ച് പറയാൻ തുടങ്ങും, ദേശീയതയെക്കുറിച്ച് പറയാൻ തുടങ്ങും. ആ ദേശീയത സത്യത്തിൽ ഈ ഫ്രട്ടേണിറ്റിക്ക് എതിരായി വരാവുന്ന ദേശീയതയായിരിക്കും എന്ന് ദീർഘദർശനം ചെയ്തുകൊണ്ടാണ് അംബേദ്കർ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നു അത് പൊളിറ്റിക്കലൈസ് ചെയ്തിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയാണ്. ഐ റിമെമ്പർ ദ ഡേയ്സ് വെൻ പൊളിറ്റിക്കലി മൈൻഡഡ് ഇന്ത്യൻസ് റിസെന്റഡ് ദ എക്സ്പ്രഷൻ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടല്ലോ, നാം ഇന്ത്യക്കാർ. അത് മാറ്റിയിട്ട് പിന്നീട് ഒരു നാഷണാലിറ്റിയെ കുറിച്ച് പറയാൻ തുടങ്ങും. ഉഗ്രദേശീയതയിലേക്ക് രാജ്യം കമിഴ്ന്നടിച്ച് വീഴുന്ന കാലത്ത് തന്നെയാണ് നാം ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടി ആലോചിക്കുന്നത്. ഉഗ്രദേശീയത, പാട്രിയോട്ടിസം എന്ന് പറയുന്ന പ്രയോഗത്തെ പോലും ഇന്ത്യയുടെ ദേശീയ മഹാകവിയായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ ഞാനത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞയാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പാട്രിയോട്ടിസം ഹ്യൂമാനിറ്റിയെ ഭേദിച്ചും കടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതായത് കാരണം അതുപോലും അങ്ങനെ പോലും, അതായത് ദേശീയത പോലും അങ്ങനെ ആയി പോകാൻ പാടില്ല. പാട്രിയോട്ടിസം കാൻറ്റ് ബി അവർ ഫൈനൽ സ്പിരിച്വൽ ഷെൽട്ടർ. ഈ അത്തരമൊരു ഉഗ്രദേശീയത നമ്മുടെ ഒരു അവസാനത്തെ അഭയകേന്ദ്രമായി മാറില്ല. ഐ വിൽ നോട്ട് ബൈ, അദ്ദേഹം പറയുന്നു, ഞാനത് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഐ വിൽ നെവർ അലോ പാട്രിയോട്ടിസം ടു ട്രയംഫ് ഓവർ ഹ്യൂമാനിറ്റി ആസ് ലോങ് ആസ് ഐ ലിവ്. ഞാൻ ജീവിക്കുന്ന കാലത്ത് അങ്ങനെ മനുഷ്യത്വത്തിനു കൂടി എതിരായി പോകുന്ന തരത്തിലേക്ക് ഈ ദേശീയത വരാൻ പാടില്ല. ഇന്ന് ആ ദേശീയത ആ രൂപത്തിൽ പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രമായ അർത്ഥത്തിൽ മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന ഒരു പ്രത്യേകമായി ഒരു വിഭാഗത്തെ അങ്ങനെ അന്യവൽക്കരിച്ചുകൊണ്ട് അത്തരമൊരു അപരനിർമ്മിതി നടത്തിക്കൊണ്ടാണ് രാജ്യത്തിന്ന് നിരന്തരമായി മുസ്ലിം വേട്ട തുടങ്ങുന്നത്. അതിൻ്റെയൊക്കെ ഒരു ആഘോഷമാണെന്ന് സത്യത്തിൽ രാമക്ഷേത്ര നിർമ്മാണാനന്തരം നടക്കുന്നത് എന്നുകൂടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. സോമനാഥ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മത്തിന് പോയ സാക്ഷാൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോടാണ് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ബോധ്യത്തെ വേണ്ട പോലെ ഉൾക്കൊള്ളാൻ താങ്കൾക്ക് സാധിച്ചിട്ടില്ല എന്ന് വിമർശിക്കാൻ
അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തയ്യാറായി. ഇന്നൊരു പ്രധാനമന്ത്രി ഒരു പൂജകനെ പോലെ, ഒരു പൂജാരിയെ പോലെ, ഒരു തന്ത്രിയെപ്പോലെ, ഒരു ക്ഷേത്രതന്ത്രിയെപ്പോലെ അദ്ദേഹം ഇരുന്ന് അത്തരം ഒരു പരിപാടി ചെയ്യുമ്പോൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കൂടി ചെയർമാൻ, അങ്ങനെയായിരുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള രാജേന്ദ്ര പ്രസാദിനോടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, താങ്കൾ ചെയ്തത് വലിയ അബദ്ധമാണ്. കാരണം ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ രാജ്യം അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തോട് പ്രത്യേകമായ അനുകമ്പയോ ആഭിമുഖ്യമോ കാണിക്കുന്നില്ല എന്നുള്ള ബോധ്യത്തെയാണ് താങ്കൾ തകർത്തു കളയുന്നത് എന്നായിരുന്നു. ഇന്ന് ഇതൊരു രാജ്യത്തിന്റെ തന്നെ പ്രശ്നമായി, രാജ്യത്തിന്റെ തന്നെ ദേശീയമായ ഒരു വിഷയമാക്കി അങ്ങനെ എടുക്കുമ്പോഴാണ് ഞാനിത് പറയാൻ കാരണം. നമ്മളിവിടെയൊക്കെ ആലോചിക്കേണ്ട കാര്യം അപ്പോഴും ഈ തീവ്രമായ വേദനകൾ, ഈ വേദനകൾക്കൊക്കെയുള്ള പരിഹാരം എന്താണ്? പരിഹാരം ക്ഷമിച്ച് മാറി നിൽക്കണം എന്നാണോ പറയുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളുടെ ബോധ്യമെങ്കിൽ ഞാൻ പറയുന്നു, ചില സമയങ്ങളിൽ സംയമനം എന്നത് ഏറ്റവും നല്ല മനോഹരമായൊരു ഇടപെടലാണെന്ന് പഠിപ്പിച്ചതും മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം അനുസരിച്ചും അത് പ്രധാനമാണ്. പ്രവാചകൻ എത്ര വലിയ സംയമനത്തിന്റെ ശീലം പഠിപ്പിച്ചയാളാണ്. എത്ര വലിയ ക്രൂരതകൾക്ക് മുമ്പിലൂടെയും നടന്നു പോകുമ്പോഴും അങ്ങനെയായിരുന്നു. വള്ളത്തോൾ അദ്ദേഹത്തിന്റെ പാംസുസ്നാനത്തിലെ ഒറ്റ വാക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർത്തു പോകാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ വേണ്ടി പീഡനങ്ങളുടെ ചോരപ്പാടുകളുമായി വന്നു നിൽക്കുന്ന റസൂലുള്ളാഹിനെ പിടിച്ചിരുത്തിയിട്ട് ഫാത്തിമ ബീവി കുളിപ്പിക്കുമ്പോൾ റളിയല്ലാഹു അൻഹ 8 വയസ്സുള്ളൂ ആ കുട്ടിക്കപ്പോൾ. ആ 8 വയസ്സുകാരി കുളിപ്പിക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ കുടം കണക്കെ വീഴാണ്. അതുകൊണ്ടാണ് വള്ളത്തോട് പറഞ്ഞത്, പിടിച്ചിരുത്തിയിട്ട് ചെളി പോക്കാൻ വാപ്പാനെ പിടിച്ചിരുത്തി കുളിപ്പിക്കുമ്പോൾ പകർന്ന കുംഭോദകത്തോടു കൂടെ താതന്റെ ഗാത്രത്തിൽ ആപതിച്ചു കുമാരിയാൽ തൻ ചുടുകണ്ണുനീരും എന്നാണ്. വാപ്പാടെ ശരീരത്തിലേക്ക് മകളുടെ കണ്ണുനീര് വീഴുന്ന കഥയാണ് വള്ളത്തോട് പറഞ്ഞത്. കുമാരിയാൽ തൻ ചുടുകണ്ണുനീരും. ആ കണ്ണുനീര് വീഴുമ്പോൾ വാപ്പ തൻ്റെ മോളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മാലാർന്നു കേഴും മകളത്തലോടിക്കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ എന്നാണ് ആ പദപ്രയോഗം. ഞാനിങ്ങനെ അത്ഭുതത്തോടെ ആലോചിച്ചു പോയി. എന്തൊരു മനോഹരമായ പ്രയോഗമാണ് സുശാന്തശീലൻ. എപ്പോഴും ശാന്തം, ശാന്തം ഗംഭീരം, അതായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ പ്രതിസന്ധികളുടെ മുമ്പിലും നബി തിരുമേനി ശാന്തമായിരുന്നു. ആ ശാന്തത എന്ന് പറയുന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ആയത്ത് തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നത്. ബഹുസ്വരതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത്. ബഹുസ്വരതയെ ഉൾക്കൊണ്ടു എന്ന് പറയാൻ കാരണം നബി പറഞ്ഞത് എൻ്റെ ദീനാണ് ശരിയെന്നാണ്. അങ്ങനെ പറയാത്ത ഒരാളും ഒരു മതവും പ്രചരിപ്പിച്ചിട്ടില്ല. വെറുതെ പറയുകയാണ് എല്ലാവരും കൂടി ഒരേ മതം പറയണം എന്നൊന്നും ആരും പറഞ്ഞില്ല. ശങ്കരാചാര്യർ ഇന്ത്യയിൽ നടന്ന് അദ്ദേഹം നിരന്തരമായി നടന്നു പറഞ്ഞുകൊണ്ടേയിരുന്നത് ഈ എൻ്റെ അഭിപ്രായമാണ് ശരിയെന്നാണ്, എൻ്റെ അഭിപ്രായമാണ് ശരിയെന്ന്. പക്ഷെ ഒറ്റ കാര്യം നമുക്ക് പറയാം, സ്വന്തം മതത്തെ അതിൻ്റെ ശരിയെ അറിയുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കുകയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നതിനെ അള്ളാഹുവിൻ്റെ ദീൻ നമുക്കൊരു വലിയ കാര്യമായ നമ്മുടെ ഒരു പ്രവൃത്തിയായി, നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാക്കി അള്ളാഹു തന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞതും ലാ യൻഹാകും അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും. നിങ്ങളോട് മതവിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധം ചെയ്യാൻ വരാത്തവർ, നിങ്ങളെ നാട്ടിൽ നാട്ടിപ്പാടി ഓടിക്കാൻ ശ്രമിക്കാത്തവർ, അവരോട് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് ഖുർആൻ പറഞ്ഞു, അൻ തബറൂഹും എന്നാണ്. നിങ്ങൾ അവരോട് നന്മ ചെയ്യണം, അയൽക്കാരനോട് നന്മ ചെയ്യണം. നമ്മുടെ സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മര്യാദ എല്ലാവരെയും കാണിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. അൻ തബറൂഹും, നിങ്ങൾ അവരോട് നന്മ ചെയ്യണം. വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് നീതി കാണിക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നീതി കാണിക്കുന്നവരോട് ഇഷ്ടപ്പെടും. ആരോടാ നീതി? മറ്റുള്ളവരോട്, ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവരോട്. അസ്മാ ബിൻത് അബീബക്കർ റളിയല്ലാഹു തആല അൻഹ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൾ, അവരൊരിക്കൽ റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മ ഒരു സത്യനിഷേധിയാണ്,
അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതും അവരെ ചേർത്തു നിർത്തുന്നതും തെറ്റാകുമോ നബിയെ എന്ന് ചോദിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നത്, അവരെ ചേർക്കണം, അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകണം, ശുശ്രൂഷ നൽകണം, അവരെ സംരക്ഷിക്കണം. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയവും പറഞ്ഞു വച്ചത്. അതായത് അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് നന്മ ചെയ്യണം, നിങ്ങൾ അവരോട് നീതി കാണിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു അങ്ങനെ നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് മാത്രമല്ല, ആദ്യകാലത്ത് പരാജയമുണ്ടാകാതിരിക്കാൻ വേണ്ടി എന്നാണെങ്കിൽ അങ്ങനെയല്ല, വിജയിച്ച കാലത്ത്, വിജയത്തിന്റെ മൂർധന്യാവസ്ഥയിൽ, അതിൻ്റെ ഏറ്റവും മനോഹരമായ കാലത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ, മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും ഇപ്പൊ തന്നെ മുസ്ലിം ആവണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് ഭയരഹിതമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാമെന്നായിരുന്നു റസൂലുള്ളാഹി. ഇദ്ഹബു അൻതും തുലഖാ എന്നായിരുന്നു, നിങ്ങൾക്ക് പോകാം. ഇദ്ഹബു അൻതുമുൽ ഉമനാ, നിങ്ങൾക്ക് നിർഭയമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാം എന്നായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൊടിയ ശത്രുക്കളാണ് വന്നു നിന്നത്. അബൂജഹലിന്റെ പുത്രൻ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇക്രിമ വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ തസുബ്ബു അബാ, എന്തൊരു മാന്യതയാണ്, നിങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവിനെ ആക്ഷേപിക്കരുത്. അങ്ങനെ ആക്ഷേപിച്ചാൽ അത് അദ്ദേഹത്തിന് കൂടി ഒരു വലിയ പരിക്കായി, അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തെ അപമാനിക്കുന്ന തുല്യമാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അദ്ദേഹം വന്ന് മുസ്ലിമായി, ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, ഇക്രിമ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, നാളിതുവരെ ഞാൻ ചെയ്ത പണി അങ്ങയുടെ പരിശുദ്ധ ദീനിന്റെ, അങ്ങയുടെയും തന്നെയും നാശത്തിനു വേണ്ടി നിരന്തരമായ ഗൂഢാലോചനകളുമായി നടക്കലായിരുന്നു എൻ്റെ പണി. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ, ഞാൻ നടന്നുപോയ വഴികൾ, ഞാൻ ജീവിച്ചു തീർത്ത ദിനരാത്രങ്ങൾ, അത് മുഴുക്കെ അങ്ങക്കെതിരായിട്ടുള്ള ഗൂഢാലോചനകളായതുകൊണ്ട് അങ്ങെനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ കൈകൾ ആകാശത്തേക്ക് ഉയർന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇക്രിമ നടന്ന വഴികളും ഇക്രിമ ജീവിച്ച ദിനരാത്രങ്ങളും, നിന്റെ പരിശുദ്ധ ദീനിന് എതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗൂഢാലോചനകൾ നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആരോടാ? ആർക്കു വേണ്ടിയാണ്? ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂജഹലിന്റെ പുത്രനായി ഇക്രിമക്ക് വേണ്ടിയാണ്. മറ്റൊരാൾ വന്നു, സഫ്വാൻ ബിൻ ഉമയ്യ, മുസ്ലിമായില്ല, കുറെ കാലം നടന്നു. നബി തിരുമേനി ആ സുഹൃത്ത് ബന്ധം കൂടെ കൊണ്ടു നടന്നു. ആരാണ് ഈ സഫ്വാൻ? സഫ്വാന്റെ പിതാവാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ യജമാനൻ ഉമയ്യത്ത് ബിൻ ഖലഫ്. ആ ഉമയ്യയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ മണൽക്കാട്ടിൽ, ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ കിടത്തിയിട്ട് പാറക്കല്ലുകൾ ആ നെഞ്ചിലേക്ക് കയറ്റി വച്ചിട്ട്, മാറ്റി പറയടാ നിന്റെ തൗഹീദിന്റെ വചനം എന്ന് പറയുമ്പോഴും എനിക്കത് മാറ്റിപ്പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അഹദുൻ അഹദുൻ അഹദുൻ, അല്ലാഹു ഏകനാകുന്നു എന്ന സത്യം ഞാൻ വിളിച്ചു പറയുന്നു എന്ന് പറയുമ്പോൾ ഭീകരമായ പീഡനങ്ങൾ ഏൽപ്പിച്ച ആ ക്രൂരനായിരുന്ന യജമാനായിരുന്നു ഉമയ്യത്ത്. അയാളുടെ മകനാണ് സഫ്വാൻ. നബിയോടൊപ്പം നടന്നു. നബി ഒരിക്കൽ ഒരു സമയത്ത് യുദ്ധത്തിന് വേണ്ടി കുറെ പടയങ്കികൾ ചോദിച്ചു. അപ്പോ ഈ സഫ്വാൻ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങളിപ്പോ ഭരണാധികാരിയാണ്, ജേതാവാണ്, ജയിച്ചു വന്നയാളാണ്, ഇപ്പോഴുള്ള എന്നോടുള്ള ചോദ്യത്തിന് അധികാരത്തിന്റെ സ്വരമുണ്ടോ? അധികാരത്തിന്റെ സ്വരമുണ്ടോ? ബലപ്രയോഗത്തിന്റെ സ്വരം? അപ്പൊ റസൂൽ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നുമില്ല, സൗഹൃദത്തിന്റെ സ്വരം. നിങ്ങൾ എനിക്കത് തരുമെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് ശേഷം തിരിച്ചത് തരുമ്പോൾ കേടുപാടുകൾ ഉണ്ടെങ്കിൽ ആ കേടുപാടുകൾ കൂടി തീർത്തിട്ട് തരും. സുബ്ഹാനല്ലാഹ്. ആരാ പറയുന്നത്? ജേതാവ്, ജയിച്ചു നിൽക്കുന്ന ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ മുമ്പിൽ ആരാ നിൽക്കുന്നത്? വളരെ ചെറിയ ഒരു സംഘത്തിന്റെ മാത്രം പ്രതിനിധിയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയുടെ അത്രേ പറയാൻ പറ്റൂ മക്കയിലപ്പോ അവർ. ആ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയുടെ പ്രതിനിധിയുടെ മുമ്പിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്, പടയങ്കികൾ പണയം തരുമോ? ആ പണയം തരപ്പെട്ട ആ പടയങ്കികൾ കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോൾ, അതിൻ്റെ കേടുപാടുകൾ തീർത്തു കൊടുക്കുമ്പോൾ കണ്ണുമിഴിച്ചു നോക്കി നിൽക്കുന്നുണ്ട് സഫ്വാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സമ്മാനമായി
ഒരു വലിയ ഒരു പറ്റം ആടുകളെ കൊടുത്തപ്പോൾ അദ്ദേഹം പിന്നെ പറയാൻ തുടങ്ങി, ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. സ്നേഹ സൗഹൃദമായിരുന്നു ഇസ്ലാം. ആ സൗഹൃദമാണ് ഇന്ത്യയിലും നടപ്പിലാക്കപ്പെട്ടത്. ഇന്ത്യയിലേക്ക് വന്ന മഹാന്മാരായ ഇസ്ലാമിക പ്രബോധകരുടെ ഒക്കെ ചരിത്രം എടുത്താൽ അതാ. ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമായ സിഖ് മതത്തിന്റെ 180ഓളം വരുന്ന അവരുടെ ഗ്രന്ഥത്തിലെ, അതായത് ഗുരു ഗ്രന്ഥ സാഹിബിലെ 180ഓളം ഹിംസ്, സൂക്തങ്ങൾ, ആ സൂക്തങ്ങൾ പ്രത്യേകം എഴുതപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന്, അത് പറഞ്ഞത്, അത് ഉരുവിട്ടത് ബാബ ഫരീദ് ഖഞ്ച് ശക്കർ എന്ന് പറയുന്ന വലിയ സൂഫിയാണ്. ബാബ ഫരീദ് ഖഞ്ച് ശക്കർ. ബാബ ഫരീദിന്റെ ആ വലിയ പ്രത്യേകത നമ്മൾ കാണണം. ആ ബാബ ഫരീദിന്റെ ഗുരുനാഥൻ ബക്തിയാർ കാക്കി, അദ്ദേഹത്തിന്റെ ഗുരു മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഇന്ത്യയുടെ സ്നേഹ സൗഹൃദങ്ങളുടെ പൂവാടിയാണ് ഈ പറയപ്പെട്ട മഹാന്മാരുടെ എല്ലാം പർണശാലകൾ. ബാബ ഫരീദിന്റെ ആ കാലഘട്ടത്തിലെ മറ്റൊരാൾ മഹാനായ ഖാജ നിസാമുദ്ദീൻ ഔലിയ, അമീർ ഖുസ്രു. ഇന്ത്യയുടെ മഹാനായ കവിയാണ് അമീർ ഖുസ്രു. എന്നാൽ മഹാനായ നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനാണ്. ഇന്ത്യയുടെ മഹത്തായ ഈ സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഇത്തരം ഒരു പ്രത്യേക സന്ധിയിൽ നിൽക്കുമ്പോൾ നാം മുസ്ലിങ്ങൾ സംയമനത്തോടെയും സമാധാനത്തോടെയും സൗഹൃദത്തോടെയും ജീവിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെയാണ് അതിൻ്റെ ഗ്യാരണ്ടി ആവേണ്ടത്. We the people of India having solemnly resolved to constitute India എന്ന് പറഞ്ഞു തുടങ്ങിയ ഇന്ത്യയുടെ ഭരണഘടനയുടെ മുഖവുര. നാം ഇന്ത്യക്കാർ, ആ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന സമത്വ സുന്ദരമായ ഒരു പരമാധികാര രാജ്യത്തെക്കുറിച്ച് രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ പറഞ്ഞു വച്ചത്. ആ രാജ്യത്തിൻ്റെ ഓർമ്മകളെ, അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള എന്തോ ഒന്നിനെ കുറിച്ചാണ് ഓർമ്മ എന്ന് പറയാം. പക്ഷേ ഞാനതിനെ അങ്ങനെ തന്നെ ആ വസ്തുതയും കൂടി ഓർത്തുകൊണ്ട് പറയട്ടെ. ആ രാജ്യത്തിൻ്റെ ഓർമ്മകളെ ജീവിപ്പിക്കുകയും ചെയ്യുക എന്ന് വലിയ പറയുന്ന ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാത്തരം പ്രതിസന്ധിയുടെയും കൊടുങ്കാറ്റ് പിടിച്ച കാലത്ത്, അതീവ ഭീകരമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന കാലത്തും സംയമനത്തോടെ സമാധാനത്തോടെ അതിനെ നേരിടാൻ കഴിയുന്ന, സൗഹൃദങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസം ആക്കി നമ്മൾ ഈ ദിവസത്തെ കാണണം. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം അതാണ്. നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടത് നന്മയിലാണ്, സഹവർത്തിത്വത്തിലാണ്, സൂക്ഷ്മതയിലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയിലാണ്. എന്നാൽ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലല്ല, ദോഷത്തിലുമല്ല, തിന്മയിലോ ശത്രുതയിലോ പരസ്പരം സഹകരിക്കേണ്ടവരല്ലാത്തവരാണ് മുസ്ലിങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തെ സൗഹൃദത്തോടെ കാക്കാൻ നമുക്ക് സാധിക്കണം. അതിനാവശ്യമാകുന്ന വിധത്തിലുള്ള ഒരു മതേതര കാഴ്ചപ്പാടിനെ ഉയർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ പ്രത്യേക ബോധവൽക്കരണ പ്രക്രിയയ്ക്ക് ബുദ്ധിപരമായ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ബുദ്ധിപരമായ പങ്കാളിത്തം വഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തിൻ്റെ ഭാവിയെ നാം ഇങ്ങനെ കാണുന്നുണ്ട്. മറിച്ച് തിരിച്ചു ചിന്തിക്കാൻ, ഈ രാജ്യത്തെ ആ പ്രക്രിയയിലേക്ക്, ജനാധിപത്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പ്രക്രിയയിലേക്ക് കൊണ്ടുപോകുന്ന മതേതര ചിന്തയെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അത്തരം മനുഷ്യർ ഒരുപാട് ജീവിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുമ്പോഴും അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത എത്രയോ മനുഷ്യർ, എത്രയോ മതേതര ചിന്തയുള്ള ഹിന്ദു സഹോദരന്മാർ, അവരാണ് ഈ രാജ്യത്തിൻ്റെ വലിയ പ്രതീക്ഷ. അതുകൊണ്ട് അത് നിലനിർത്താൻ സാധിക്കുന്ന വിധം പ്രാർത്ഥനയോടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നാടിനെ ഐക്യത്തിൻ്റെയും രഞ്ജിപ്പിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നാടാക്കി അള്ളാഹു നിലനിർത്തട്ടെ. ഇന്ത്യയുടെ പ്രത്യേകമായിട്ടുള്ള അതിൻ്റെ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലവും അതായിരിക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ രീതിയിൽ നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസത്തിന് ഈ സായാഹ്നം അവസാനിക്കുമ്പോൾ, ഈ സന്ധ്യ ചുമക്കുന്ന നേരം, ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തകർ ഈ ഒരൊറ്റ കാര്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, നന്മയെക്കുറിച്ച് പറയാൻ, ഈ രാജ്യത്തിൻ്റെ സഹവർത്തിത്വ മനോഭാവത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, ഭരണഘടന എന്ന് പറയുന്ന ഈ ഇന്ത്യയുടെ പുസ്തകത്തെക്കുറിച്ച് പറയാൻ വേണ്ടി
ഒരുമിച്ച് കൂടുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കണം എന്ന് പറയുകയാണ്. മനുഷ്യജാലിക ഓരോ ജില്ലയുടെയും കേന്ദ്രങ്ങളിലാണ്. തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പിലാവിലാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന ആ പരിപാടികളിൽ സഹകരിച്ചുകൊണ്ട് ഈ രാജ്യം ഒന്നായി നിൽക്കാൻ ആവശ്യമാകുന്ന പ്രാർത്ഥനകളാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ തൗഫീഖ് ചെയ്യട്ടെ. നാട് മറ്റൊരർത്ഥത്തിലേക്ക് പോകാതിരിക്കാൻ, ഭരണകൂടങ്ങൾ അങ്ങനെ ആകാതിരിക്കാൻ, അള്ളാഹു ഈ ജനതയെ നന്മയുടെ വഴിയെ നടത്താൻ നമുക്കും അവർക്കും എല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകം ഈ വിദ്യാർത്ഥികളെ, ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുള്ള ഓരോരുത്തരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം സഹായിക്കട്ടെ. എല്ലാ ലോകത്തും, രണ്ട് ലോകത്തും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സമാധാനവും ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.